ഞാനേ വർക്കിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ചേട്ടാ പഴംപൊരി ഉണ്ടെങ്കിൽ എന്താ ചോദിച്ചാ പഴംപൊരി വളഞ്ഞിരിക്കുന്നത്? അതെ, വളഞ്ഞിരുന്നാലും ടേസ്റ്റ് കൊള്ളില്ല. അതല്ല നിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. അത് ശരിയാ, ഇത് ശരീരമായിട്ട് ഫിറ്റായി. പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ? ഇങ്ങനെ പോകുന്നു. സുഖം. അടിച്ചു പൊളിച്ചിരിക്കില്ല, ഒറ്റ ജീവിതം അടിച്ചു പൊളിക്കുക. കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ? ഒറ്റത്തടിയില്ല, ഞാനും ബ്രദറും മാത്രമല്ലല്ലോ വീട്ടില്. പിന്നെ ഒരു പഴംപൊരി എനിക്ക് പാർസൽ വേണം കേട്ടോ. ഒരെണ്ണാണ്. ഇപ്പൊ സൈറ്റ് ഏതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ പോകുമ്പോ കഴിക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ പിന്നെ നമുക്ക് ചോറിന്റെ കാശം ലഭിക്കാലോ. എങ്ങനെ എന്താന്നറിയില്ല, ഈ ആഴ്ച ഭയങ്കര വിശപ്പാ. ഈ പഴംപൊരി കഴിച്ചാൽ പിന്നെ ഉപ്പ് ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ല പഴംപൊരി. അത് ശരിയാ. എന്നാ ശരി, പോട്ടെ. ശരിടാ. ചേട്ടാ ദിവസം നീ വന്നാ? വന്നു. പിന്നെ പതിവ് പോലെ എനിക്ക് 2 പഴംപൊരി കൂടി വേണ്ട വരും. അതല്ല ചേട്ടാ, ചിലവൊക്കെ ഒന്ന് കുറയ്ക്കാന്ന് വെച്ചിട്ടാ. ഭക്ഷണം ചോറ് ഇങ്ങനെ കഴിച്ച് വണ്ണം വെക്കുന്നു. അത് കാരണം കൊണ്ടാണ്. അല്ല, ഞാനത് പൈസ കിട്ടുമ്പോ ശമ്പളം കിട്ടുമ്പോ ശമ്പളത്തിൽ തന്നോളാം. അതിനെന്താ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട. നിന്റെ പഴംപൊരി നിന്റെ ഫേവറേറ്റ് അല്ലേ? പിന്നെ അല്ലെങ്കിൽ വേണ്ട കേട്ടോ, പഴംപൊരി എനിക്ക് വേണ്ട. എന്താ ചോദിച്ചേ? ഇല്ല, വേണ്ട. ഇന്ന് കുറച്ച് നാളായി നിന്നെ ശ്രദ്ധിക്കുന്നു. എന്താ നിന്റെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഞാൻ ചോദിച്ചൊന്നു മാത്രം. എന്തുണ്ടെങ്കിലും എന്നോട് പറയാൻ പറ്റും. കാണാൻ തുടങ്ങിയതല്ലോ. എന്താ പ്രശ്നം? കാര്യം പറയൂ. ജോർജേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഇവിടെ പറഞ്ഞത് ശരിയാവില്ല. ഒന്ന് ഓട്ടോളം വരെ വരുമോ? അതിനെന്താ? എന്താടാ കാര്യം? ജോർജേട്ടാ, അത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടുകാരായിട്ട് ഇപ്പൊ ഭയങ്കര പ്രശ്നത്തിലായിട്ടിരിക്കുക. ഞാൻ പറയണ്ടെന്ന് കരുതിയിരുന്നതാ. പിന്നെ ഞാനും ചേട്ടനാണ് ഇപ്പോൾ ഇവിടെ അല്ല താമസിക്കുന്നത്. ഞങ്ങള് വേറെ സ്ഥലത്ത് താമസിക്കുന്നത്. പിന്നെ അടുത്തൊരു ആക്സിഡന്റ് പറ്റി അടുത്ത്. അതിനുശേഷം ഭയങ്കര ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ പോയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കഴിയണമെങ്കിൽ. ഇതാണോ കാര്യം? അതെന്നോട് ആദ്യമേ നിനക്ക് പറഞ്ഞൂടെ? അല്ല, പറയണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാ. ആരും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നീ എന്നെ അന്യനായിട്ടാണോ കണ്ടത്? ഈ ജോർജറ്റ് എന്നും കൂടി ഉണ്ടാവുന്നില്ല. അവന്റെ അവസ്ഥ കുറച്ച് പരിതാപകരാ. 6 മാസം ഡിസ്കിനാണ് കംപ്ലൈന്റ്. അതൊക്കെ കാരണം കൊണ്ടാണ് ഞാൻ ആരും ബുദ്ധിമുട്ടിക്കാണ്ട് പിന്നെ ഉള്ളതുകൊണ്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജോർജ് പഠിക്ക് വന്നത്. പഴംപൊരി വിശപ്പൊന്ന് മാറ്റിയാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ പിന്നെ അവിടെ നിന്ന് കാണണല്ലോ. നമുക്ക് നാളെ പോവാം. പക്ഷെ ഒരു ഉറപ്പ് തന്നെ, ഈ കാര്യം ആരോടും പറയരുത്. ഇല്ലടാ, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ മാത്രം അറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 6 മാസം എങ്ങനെയും പിടിച്ചു നിൽക്കാണ്ട് ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി നാളെ പോവാം. വളരെ ഉപകാരം. ഇവിടെയാണ്. ചെറിയൊരു വീട് സെറ്റാക്കി തന്നു. അത് നമ്മൾ പരിചയത്തിലുള്ള ഒരാളായതുകൊണ്ട് ആളെ അത്യാവശ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. ജോസ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്ന കാര്യങ്ങള്. ജോർജ് എന്നെ കാണാൻ വേണ്ടി വന്നാ? അതെ. എന്തായി? എന്താ നമ്മുടെ കഷ്ടകാലം.
ഒരു 6 മാസമായിട്ട് ഞാൻ ഈ കിടപ്പാ. ഒരു ആക്സിഡന്റ് പറ്റിയതാ. അത് ശരി. അപ്പൊ ഇത്ര നാളായിട്ട് എന്നോട് പറഞ്ഞില്ലേ? ഞാൻ അവനോട് രണ്ടാമത് ചോദിച്ചിട്ട് പറഞ്ഞതാണ്. ആരും പറയണ്ടെന്ന് ഞാനാ പറഞ്ഞേ. ഒരു പയ്യനാ, അവൻ പെട്ടെന്ന് വളർന്ന് കയറി വന്നത്. നമ്മൾ കഷ്ടമായിട്ട് എന്ത് ചെയ്യാൻ? പിന്നെ കേസാക്കാൻ ഒന്നും ഞാൻ നിന്നില്ല. ആ ചെക്കൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി പോകും. നമുക്ക് ഒരാൾ വരുമല്ലോ. ഒരു 6 മാസം ആയി ഞാൻ ഈ കിടപ്പെടുക്കാൻ വേണ്ടിയിട്ട്. എന്തായിരിക്കുന്നു സാറില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ പേടിക്കണ്ട. ദേവസ്യേട്ടൻ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയേണ്ടിരുന്നത്. കാരണം ഞങ്ങളുടെ ഈ അവസ്ഥ ആരെയും അറിയിക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ്. എന്താ ജോസ് അങ്ങനെ പറയുന്നത്? നിങ്ങളെനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്നതല്ലേ? നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ അത് ഞാൻ വേണ്ടേ നോക്കാൻ? എന്നാലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ തന്നെയാണ് ഇത്രത്തോളം ജോലിക്ക് പോയിരുന്നത്. ഡിസ്കിന് കംപ്ലൈന്റ് ആയതുകൊണ്ടാണ്. പിന്നെ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് എന്ത് വിചാരിച്ചിട്ടാണ്. ബുദ്ധിമുട്ട് ജോസേ? നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നതാണ്. നിങ്ങൾക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. ദേവസ്യേ, ഈ 6 മാസത്തെ കാലം നിങ്ങൾ ഒന്നുകൊണ്ടും ബുദ്ധിമുട്ടുണ്ട. ഞാനുണ്ട് കൂടെ. നിങ്ങൾ കൈ തന്നാ എനിക്ക് എണീക്കാൻ പറ്റും. എനിക്കറിയാം. സൗഹൃദമാണ് ഒന്നിനും മുന്നിൽ. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ഇതിനൊരു എന്താ പറയാ, എനിക്ക് ഒരു മറുപടി തരാനില്ല. പക്ഷെ ഇങ്ങനെ ഒരു കൂടെ നിൽക്കുന്ന ഒരു ചങ്ങാതിയെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം. കാരണം ഞങ്ങളുടെ ഫാമിലീസിൽ പോലും ഇത്രയും ഞങ്ങളോട് ഒരാളും ഇതുപോലെ കാണിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളിത് എന്തും ഓർക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഞങ്ങൾ ഒരുപാട് നന്ദി കടപ്പെട്ടിരിക്കും.